ദൈവം അനേകരെ തൊടും. പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ തീരുമാനത്തിലുണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, ആത്മഹത്യാ പ്രവണതകളിൽ നിന്നുമെല്ലാം ഞങ്ങളെ സൂക്ഷിക്കണമേ. മന്ത്രവാദത്തിൻ്റെ, കൂടോത്രച്ചൻ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് ഞങ്ങളെ സൂക്ഷിക്കണമേ. അസൂയയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ. ശരീരത്തെയും മനസ്സിനെയും ഞങ്ങളെ സംരക്ഷിക്കണമേ. ആപത്തപകടങ്ങളുണ്ടാകാതെ, തകർച്ചകളുണ്ടാകാതെ, പരാജയങ്ങളുണ്ടാകാതെ, അനിഷ്ട സംഭവങ്ങളുണ്ടാകാതെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണമേ. സമാധാനമുള്ള, സ്വസ്ഥതയുള്ള, ആരോഗ്യമുള്ള അന്തരീക്ഷം ഞങ്ങൾക്ക് തരണമേ. നല്ല ബന്ധങ്ങൾ ഞങ്ങൾക്ക് തരണമേ. ഇന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ അത്ഭുതം കാണാനിട വരട്ടെ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച വിഷയം എന്തോ ആകട്ടെ, അതിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. ഇന്ന് നിങ്ങളൊരു അത്ഭുതം കാണാനിട വരട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷമായിട്ടിരിക്കാം. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. നാളെ ഞായറാഴ്ചയാണ്. നാളെ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. നാളെ സാധ്യമായ എല്ലാവരും വചനം കേൾക്കുക. 5:30 ഒരുമിച്ച് കാണുക. 5-10 മിനിറ്റല്ലേ ഉള്ളൂ. നന്മയുണ്ടാകാൻ, കുടുംബത്തിനകത്ത് അനുഗ്രഹം ഉണ്ടാകാൻ ഈ ശുശ്രൂഷ, ഈ പ്രാർത്ഥന കാരണമാകും. നാളെയും 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിൽ എന്ന പോലെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ.